വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ കാർലോ അക്വിറ്റിസിന്റെ ആദ്യ തിരുനാൾ ദിനമാണ് ഇന്ന് ഒക്ടോബർ 12. സൈബർ ലോകത്തെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ കാർലോ അക്വിറ്റിസിന്റെ മാധ്യസ്ഥം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ സത്യവും മിഥ്യയും തിരിച്ചറിയുന്നതിനും ദൈവീകതയിലും പരസ്നേഹത്തിലും ആഴപ്പെടുന്നതിനും ലോകത്തിന്റെ വചനവും ദൈവത്തിന്റെ വചനവും തിരിച്ചറിയുന്നതിനും അതുവഴി യുവതയെ രൂപപ്പെടുത്തുന്നതിനും അത്യാവശ്യമാണ്. വിശുദ്ധ കാർലോ അക്വിറ്റിസിന്റെ ജീവചരിത്രം ഐര മീഡിയ മിനിസ്ട്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സൈബർ അപ്പോസ്തലൻ കാർലോ അക്വിറ്റിസിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അസിയൂസിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ നാമധേയത്തിലുള്ള ബസലിക്കയിൽ 10,000-ങ്ങളെ സാക്ഷിയാക്കി ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് വിശുദ്ധ പദവിയിലേക്ക് എടുക്കുന്ന ദിവ്യകാരുണ്യത്തിന്റെ സൈബർ അപ്പോസ്തലൻ കാർലോ അക്വിറ്റിസിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ഫ്രാൻസിസ് പാപ്പയുടെ നിർദ്ദേശപ്രകാരം അസീസി ബസിലിക്കയുടെ പോന്തിഫിക്കൽ പ്രതിനിധിയായി. റോമിന്റെ മുൻ വികാരി ജനറലുമായ കർദിനാൾ അഗസ്തീനോ ബൊലിനിയാണ് വാഴ്ത്തപ്പെട്ട പ്രഖ്യാപനം നടത്തിയത്. ബസിലിക്കയുടെ ആദ്യ നിരയിൽ കാർലോ അക്വിറ്റിസിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും നിലയുറപ്പിച്ചതും അത്യപൂർവ കാഴ്ചയായി. കാർലോ അക്വിറ്റിസിന്റെ ജീവചരിത്രത്തിലേക്ക്. ഇറ്റലിക്കാരായ ആന്റോണിയോ ആൻഡ്രിയ അക്വിറ്റിസ് ദമ്പതികളുടെ മകനായി 1991 മെയ് 3 ലണ്ടനിൽ കാർലോ അക്വിറ്റിസ് ജനിച്ചത്. കാർലോ മരിയ ആന്റോണിയോ എന്നായിരുന്നു കാർലോ അക്വിറ്റിസിന്റെ മാമോദിസ പേര്. ബാല്യ കൗമാരങ്ങളെല്ലാം ഇറ്റലിയിലെ മിലാനിൽ ചിലവഴിച്ച കാർലോ 3-4 വയസ്സ് മുതൽ തന്നെ ദൈവീക കാര്യങ്ങളിൽ വളരെ പ്രകടമായ താല്പര്യങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു. 7-ാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമെന്ന് കാർലോ കൂടെ പറയുമായിരുന്നു. ജീൻസും ഷൂസും ധരിച്ച് കൂളിംഗ് ഗ്ലാസും ബ്ലാക്ക് ബാഗുമിട്ട് കയ്യിൽ ഒരു ക്യാമറയുമായി കൂട്ടുകാരുമൊത്ത് മിലാനിലെ തെരുവോരങ്ങളിൽ നടന്നിരുന്ന 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൗമാരക്കാരൻ. പക്ഷേ ആദ്യ കുർബാനയ്ക്ക് ശേഷം ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല എന്നുള്ളതും ദൈവകാരുണ്യത്തിനും ദിവ്യകാരുണ്യ ആരാധനയ്ക്കും സമയം കണ്ടെത്തി എന്നുള്ളതും ആരെയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതേക്കുറിച്ച് കാർലോ പറയുന്നത് ഇങ്ങനെ: വിശുദ്ധ കുർബാനയാണ് സ്വർഗത്തിലേക്കുള്ള എൻ്റെ വഴി. കൂടുതൽ തവണ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ഈശോയിലേക്ക് കൂടുതലായി അടുക്കുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം ജപമാലയർപ്പണമായിരുന്നെന്നാണ് കാർലോ പറഞ്ഞിരുന്നത്. തൻ്റെ ജീവിതത്തെ വ്യക്തിപരമായി സ്വാധീനിച്ചിട്ടുള്ള ഒരേയൊരു ലേഡി മദർ മേരിയാണെന്നും കാർലോ കൂടെ പറയുമായിരുന്നു. ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാ യുവജനങ്ങളെയും പ്രത്യേകിച്ച് കുഞ്ഞുമക്കളെയും വഴിതെറ്റിക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കാർലോ പക്ഷേ ഇവയെല്ലാം ദൈവത്തിങ്കലേക്ക് അടുക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. തൻ്റെ 11-ാം വയസ്സിൽ ലോകത്തെമ്പാടും നടന്നിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ കോർത്തിണക്കി ഒരു വെബ്സൈറ്റ് തന്നെ നിർമ്മിച്ച് തിരുസഭയ്ക്ക് സമ്മാനം നൽകിയ ഒരു കൊച്ചുമിടുക്കനാണ് കാർലോ അക്വിറ്റിസ്. തൻ്റെ മരണം സംഭവിക്കുന്നതിൻ്റെ ഏകദേശം 2 മാസം മുൻപ് തന്നെ കാർലോ അക്വിറ്റിസ് സ്വന്തം കമ്പ്യൂട്ടറിൽ തൻ്റെ മരണമൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിലെ ഓരോ വാക്കുകളും ഓരോ വിശ്വാസികളുടെയും പ്രത്യേകിച്ച് കൗമാരക്കാരുടെയും നെഞ്ചിൽ തുളഞ്ഞു കയറുന്ന ശരങ്ങളായിരുന്നു. മനോഹരങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യതയിൽ ഈശോ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന സന്ദേശമാണ് സ്വന്തം അമ്മയ്ക്ക് നൽകിക്കൊണ്ട് കാർലോ അക്വിറ്റിസ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഓൾവേസ് ബി വിത്ത് ജീസസ്, ഇതായിരുന്നു കാർലോ അക്വിറ്റിസിന്റെ അന്ത്യവചനം. 2006 ഒക്ടോബർ 12
രക്താർബുദത്തോട് മല്ലിട്ട് കാർലോ അക്വിറ്റിസ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. കാർലോ അക്വിറ്റിസിന്റെ മരണശേഷം 4 വർഷങ്ങൾക്കിപ്പുറം 44-ാം വയസ്സിൽ കാർലോ അക്വിറ്റിസിന്റെ മാതാവ് 2 മക്കൾക്ക് ജന്മം നൽകാനായിട്ട് സാധിച്ചു. ഫ്രാൻസിസ്ക, മിഷേൽ എന്നാണ് ഈ സഹോദരങ്ങളുടെ പേര്. ഈ കൊച്ചു വിശുദ്ധനിലൂടെ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകും.